ഹരേ കൃഷ്ണ. ഭഗവാൻ ഗുരുവായൂരപ്പൻ ആശ്രിതവത്സലനാണ്, ഭക്തവത്സലനാണ്. എന്നിരുന്നാലും ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ തീരുമാനിക്കുന്ന സമയത്ത് ഒരു കാര്യം നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. വളരെ ഭക്തി നിറഞ്ഞ മനസ്സോടെ വേണം ഭഗവാനെ ദർശിക്കാനുള്ള യാത്ര പ്ലാൻ ചെയ്യാൻ. ഒരു കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക പ്രത്യേകം. നിങ്ങൾക്ക് ഭഗവാനെ ദർശിക്കാൻ സാധിക്കണമെങ്കിൽ ഭഗവാന്റെ കനിവോടെ വേണം. ഭഗവാൻ വിചാരിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ദർശനം ലഭിക്കുകയുള്ളൂ. നിങ്ങൾ എത്ര നേരം ക്യൂ നിന്നാലും നിങ്ങൾ അഹങ്കാരപൂരിതമായ മനസ്സോടെയാണ് ക്യൂ നിൽക്കുന്നതെങ്കിൽ, അക്ഷമനായിട്ടാണ് ക്യൂ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഭഗവാനെ ദർശിക്കാൻ പറ്റില്ല. ഇനി നിങ്ങൾ ക്യൂ എല്ലാം കിടന്ന് അകത്ത് ചെന്നു എന്ന് വിചാരിക്കുക. ശ്രീകോവിലിൻ്റെ മുമ്പിൽ ചെന്ന് നിന്നാലും ചിലപ്പോൾ ഒരു ഉന്തോ തള്ളോ തിക്കോ തിരക്കോ വന്ന് നിങ്ങൾക്ക് ഭഗവാന്റെ മുഖം ദർശിക്കാനോ രൂപം ദർശിക്കാനോ സാധിക്കാണ്ട് വരും. അത് ഗുരുവായൂരമ്പലത്തിന് മാത്രമുള്ളൊരു പ്രത്യേകതയാണ്, ഗുരുവായൂരപ്പന് മാത്രമുള്ളൊരു പ്രത്യേകതയാണ്. അഹങ്കാരിയായിട്ട് ചെന്ന് തൊഴാൻ ഭഗവാൻ സമ്മതിക്കില്ല. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഹരേ കൃഷ്ണ.